Hello, hello, dear students. Today we can discuss the topic wage price flexibility. Wage price or wage prices flexibility is the second pillar of classical theory of full employment. Okay, classical economists assumed full employment level of income and output. They believed the concept of full employment, and also they validate the theory of full employment based on sales of market and wage prices flexibility. Okay, last class we were discussed about the topic of sales of market. It is nothing but supply creates its own demand. Okay, now whatever produced in an economically, the production itself creates its own demand through the distribution of output among the factors of production. Okay, that is we have already talked. Okay, and but this is another concept, wage prices flexibility. Okay, what is mean by wage prices flexibility? According to classical economists, wage and prices are flexible, not fixed. Keynes assumed that wage and prices are fixed or rigid, not flexible. Okay, this classical, but the classical economists believed that wage and prices are flexible, not a fixed one. What is the flexibility mean? What is flexibility? They can change. They can automatically they change. They can change. They will change at any time. Okay, that is wage price flexibility. What is mean price? ഓക്കെ, എക്കണോമിക്സിൽ എന്താ പ്രൈസ് എന്ന് പറയുന്നത്? പ്രൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൈസസ് ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതാണ് പ്രൈസ് എന്ന് പറയുന്നത്. റെൻറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പ്രൈസ്. വേജ് പ്രൈസാണ്, പ്രോഫിറ്റ് പ്രൈസാണ്, ഇൻട്രസ്റ്റ് പ്രൈസാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതൊക്കെ എന്താണ് എക്കണോമിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാസിക്കൽസ് ഇമ്പോർട്ടൻസ് കൊടുത്തത് വേജിനും പ്രൈസസ് അല്ലെങ്കിൽ പ്രൈസസിനാണ്. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസിനാണ്. ഓക്കെ, അപ്പോൾ അതാണ് ശരിക്കും ഇക്കണോമിയെ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ദീസ് പ്രൈസസ് ആർ ഫ്ലെക്സിബിൾ. ഏത് സമയത്തും ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യാനുള്ളൊരു എബിലിറ്റി അവർക്കുണ്ട്. അതുകൊണ്ട് ആ കഴിവാണ് കാരണം, അതാണ് അതിൻ്റെ അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളതാണ് ഈ ഇക്കണോമി എപ്പോഴും ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ്. അത് ലേബർ മാർക്കറ്റ് ആണെങ്കിലും ഔട്ട്പുട്ട് മാർക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാർക്കറ്റ് ആണെങ്കിലും അവിടെ ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഒരു ആശയം അവർ മുന്നോട്ട് വെക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ എക്കണോമിക് തിയറിയുടെ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് തിയറിയുടെ രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത് ഈ ഫുൾ വേജ് പ്രൈസസ് ഫ്ലെക്സിബിലിറ്റി എന്ന അസംഷനാണ്. ഓക്കെ, അപ്പോൾ ദ വേജ് പ്രൈസസ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ. ഒരു സംശയവുമില്ല, അവർ പറയുന്നത് ഒരു എക്കണോമിയിലെ ഉൽപ്പാദനത്തെയും അതുപോലെ തന്നെ സപ്ലൈയും എന്ത് സ്വാധീനിക്കുന്നുണ്ട്? വേജ് പ്രൈസ് സ്വാധീനിക്കുന്നു. ഹെൻസ് അതുകൊണ്ട് എന്ത് തന്നെയാണ് എക്കണോമി ഈസ് ആൾവേസ് അറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. എന്ത് എക്കണോമിയിൽ ഉൽപ്പാദിപ്പിച്ചാലും അത് എന്താണ് ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണ് ഫുൾ എംപ്ലോയ്. ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ ദർ ഇസ് നോ പ്രോബ്ലം ഓഫ് ഓവർ പ്രൊഡക്ഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ എൻ എക്കോണമി. അപ്പോൾ വേജ് പ്രൈസസ് ഫ്ലെക്സിബിൾ ആയത് കാരണം അപ്പോൾ ഒരു എക്കണോമിയിൽ ഒരിക്കലും ഓവർ പ്രൊഡക്ഷനും അൺഎംപ്ലോയ്മെൻറ്റും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ therefore they assumed that production or supply does not only depend on aggregate demand അല്ലെങ്കിൽ aggregate expenditure but also price of the products. price of the products അല്ലെങ്കിൽ price of the product അല്ലെങ്കിൽ prices. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് ഈ ഉൽപ്പാദനം പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഓൺലി ദ ഫങ്ഷൻ ഓഫ് അഗ്രിഗേറ്റഡ് ഡിമാൻഡ് ഓർ എക്സ്പെൻഡിച്ചർ ബട്ട് ഓൾസോ എ ഫങ്ഷൻ ഓഫ് പ്രൈസസ് ഓഫ് ദ പ്രോഡക്ട്സ് അല്ലെങ്കിൽ പ്രൈസസ് ഓഫ് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ.
aggregate production or supply is not only the function of aggregate demand or aggregate expenditure but also a function of എന്തിൻ്റെ prices of the products അല്ലെങ്കിൽ prices of other factors of production. That is very important. ഓക്കെ, അപ്പോൾ ഈ പ്രൈസസിനെ എക്കണോമിയെ സ്വാധീനിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ഈസ് കാൾഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് സേവിങ്സ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ഓൺ സേവിങ്സ് ആൻഡ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു സംശയമില്ല, ഏതൊരു എക്കണോമിയിലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെ സ്വാധീനിക്കും. അപ്പോൾ നമുക്കറിയാം ക്ലാസിക്കൽസിൻ്റെ പ്രധാനപ്പെട്ട ഒരു അസംഷൻ എന്ന് പറയുന്നത് സേവിങ്സ് ആൻഡ് ഈക്വാലിറ്റി ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലേ? ഈക്വാലിറ്റി ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ദിസ് ചേഞ്ചസ് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ചേഞ്ച് ഉണ്ടല്ലോ, ദാറ്റ് വിൽ ബ്രേക്ക് ദ ഈക്വാലിറ്റി ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വാലിറ്റിയാണ് എക്കണോമി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ടെമ്പററി സപ്പോസ് ദർ ഈസ് നോ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ അൺഈക്വൽ അല്ലെങ്കിൽ ഈ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് സിറ്റുവേഷൻ നോട്ട് ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ സേവിങ്സ് ആർ നോട്ട് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനത്തെ കണ്ടീഷനാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റും ആർക്ക്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കായി അപ്പോൾ ബ്രേക്ക് ചെയ്യും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വാലിറ്റി. അപ്പോൾ ചേഞ്ചസ് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ അഫക്റ്റ് ദി അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓർ എക്സ്പെൻഡിച്ചർ ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ എക്സ്പെൻഡിച്ചർ, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഒന്നാണ് കേട്ടോ, കോൺസെപ്റ്റ് രണ്ടും സെയിം ആണ്. അപ്പോൾ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദി അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓർ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ പീപ്പിൾ. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ സ്വാധീനിക്കാൻ പറ്റും. എങ്ങനെ? നമുക്കറിയാം, അറ്റ് ദ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ സേവിങ്സ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ഐഡൻറ്റിറ്റി ഉണ്ട്. സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വാലിറ്റി എന്ന ഐഡൻറ്റിറ്റിയാണ് ക്ലാസിക്കൽ ബിലീവ് ചെയ്യുന്നത്. ഇനി സപ്പോസ് അറ്റ് എനി ടൈം if rate of interest fails to bring about equality between savings and investment, ഏതെങ്കിലും നമ്മൾ ക്ലാസിക്കൽസ് അസ്യൂം ചെയ്യുന്നത് ഒരു എക്കണോമി എപ്പോഴും എന്താണ്, സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ആണെന്ന്. മനസ്സിലാണോ? ഇപ്പോൾ അങ്ങനെ ഒരു ഈക്വാലിറ്റി ഒരു എക്കണോമിക് സിസ്റ്റത്തിന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ്, പറ്റിയിട്ടില്ല എന്നല്ല. ഇഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വാലിറ്റി കൊണ്ടുവരിക. If rate of interest fails to bring the equality of savings and investment, എന്ത് സംഭവിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഈ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി എ ഡെഫിഷ്യൻസി ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഡെഫിഷ്യൻസി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ജനങ്ങൾ എന്താണ് സേവ് ചെയ്യണം, അവരുടെ എമൗണ്ടുകൾ പണത്തിൻ്റെ ഇൻകത്തിൻ്റെ ഒരു മേജർ പോർഷൻസ് സേവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയില്ല എന്താ സംഭവിക്കുക കുട്ടികളെ, സേവിങ്സ് കൂടുതലും കംപ്ലീറ്റ് ജനങ്ങളും എന്താണ് ഒരു ഡിപ്രഷൻ വന്നു. കംപ്ലീറ്റ് ജനങ്ങൾ എന്ത് ചെയ്യാണ്, പൈസ കംപ്ലീറ്റ് സേവ് ചെയ്യാണ്. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ, നമ്മളെ എക്സ്പെൻഡിച്ചർ കുറയില്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും, അതുപോലെ എക്സ്പെൻഡിച്ചർ കുറയും. അപ്പോൾ ജനങ്ങളുടെ എക്സ്പെൻഡിച്ചർ കുറയും അല്ലേ. അങ്ങനെ സംഭവിച്ചാൽ പോലും ജനങ്ങൾ അമിതമായിട്ട് സേവ് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ അഡ്വേഴ്സ്ലി അഫക്റ്റ് ദി എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ദർ വിൽ ബി ഡെഫിഷ്യൻസി ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓർ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ. ഈവൻ ദോ ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ, ദർ ഈസ് നോ ചാൻസ് ഫോർ ഓവർ പ്രൊഡക്ഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽസ്. ഓക്കെ, എന്തുകൊണ്ടാണത്? ദിസ് ഈസ് ബിക്കോസ് ദേ തോട്ട് ദാറ്റ് ഡെഫിഷ്യൻസി ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് വുഡ് ബി മെയ്ഡ് ബൈ ചേഞ്ചസ് ഇൻ ദി പ്രൈസ് ലെവൽ. കാരണം എന്താ വെച്ചാൽ, ഇനി അങ്ങനെ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഡെഫിഷ്യൻസി അവിടെ ഉണ്ടായാൽ അത് ഈ പ്രൈസ് ലെവലിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വീണ്ടും ഒരു സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വാലിറ്റി അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂട്ടാൻ പറ്റും. അപ്പോൾ വീണ്ടും എക്കണോമി ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള സിറ്റുവേഷനിലോട്ട് വരും എന്നാണ് ക്ലാസിക്കൽസ് പറയുന്നത്.
Okay, for example, if സേവിങ്സ് ഓഫ് ദ പീപ്പിൾ ഇൻക്രീസ്, ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഇനി ജനങ്ങളുടെ സേവിങ്സ് ഇൻക്രീസ് ചെയ്യണം. അത് ഞാൻ ഡിക്രീസ് എന്നാണ് കൊടുത്തത്, ഇൻക്രീസ് ആക്കി മാറ്റാണ്ട് ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്, മുകളിലോട്ട് ആരോ മുകളിലോട്ട് മാറ്റണം. അപ്പോൾ ഇഫ് സേവിങ്സ് ഓഫ് ദ പീപ്പിൾ ഇൻക്രീസ്, വാട്ട് വിൽ ഹാപ്പൺ? ജനങ്ങൾ കംപ്ലീറ്റ് അവരുടെ ക്യാഷ് കംപ്ലീറ്റ് സേവ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ്, മറ്റൊരു പേരാണ് അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ഫോളോ ചെയ്യും അല്ലേ? നിങ്ങൾക്ക് 100 രൂപ ഉണ്ട്, 70 രൂപ മുമ്പ് എന്താണ് 20 രൂപ സേവ് ചെയ്തിരുന്നത്, 80 രൂപ ചിലവാക്കുക ചെയ്തിരുന്നത്. ഇപ്പോൾ എന്താണ് 60 രൂപ സേവ് ചെയ്തു, 40 ചിലവാക്കുക. അപ്പോൾ നിങ്ങളുടെ പർച്ചേസിങ് പവർ ചിലവാക്കാനുള്ള പർച്ചേസിങ് പവർ കുറയില്ല. അപ്പോൾ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും. ജനങ്ങൾ കംപ്ലീറ്റ് ഡിമാൻഡ് കുറച്ച് എന്ത് സംഭവിക്കും കുട്ടികളെ? നോ ഡൗട്ട് പ്രൈസസ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ഫോൾ ഇല്ലേ? പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ജനങ്ങൾ? പ്രൈസ് കുറഞ്ഞു. അപ്പോൾ സേവ് ചെയ്ത ക്യാഷൊക്കെ ഉണ്ടല്ലോ കംപ്ലീറ്റ് എടുത്തിട്ട് ഡിമാൻഡ് കൂട്ടും. പ്രൈസ് കുറഞ്ഞ് ഓട്ടോമാറ്റിക്കലി അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂട്ടും. ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടും. ആ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടിയാൽ എക്കണോമിയിൽ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ കൂടും. മൊത്തത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും, എക്സ്പെൻഡിച്ചർ കൂടും. അപ്പോൾ മൾട്ടിപ്ലയർ ഇഫക്റ്റോടെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ദിസ് സിറ്റുവേഷൻ വിൽ ഹാപ്പൻ. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. അങ്ങനെ വീണ്ടും എക്കണോമി എന്താണ്? ആ ഓവർ പ്രൊഡക്ഷൻ, അപ്പോൾ അൺസോൾഡ് കമ്മോഡിറ്റീസ് സർവീസസ് കംപ്ലീറ്റ് പോയിട്ട് എക്കണോമിൻ്റെ ബാലൻസ്ഡ് ഇക്വിലിബ്രിയത്തിലോട്ട് വരും. സപ്ലൈ ഈക്വൽ ടു ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ, സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ വർക്ക് ചെയ്തത്? വേജ് പ്രൈസ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ്. വേജ് പ്രൈസസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. Okay, but they assumed that wage prices are flexible, that changes in wage prices will automatically restore the full employment, both in production market and labor market. ഇതാണ് ഇവരുടെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഇൻ വേജ്, അപ്പോൾ അതാണ് എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ സേവിങ്സ് ജനങ്ങൾ കംപ്ലീറ്റ് ഒരു ഇതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറ്റ കുറഞ്ഞു. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ജനങ്ങൾ കൂടുതൽ സേവ് ചെയ്യുമ്പോൾ, കാരണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഇൻട്രസ്റ്റ് കുറവ്. സേവ് ചെയ്യുമ്പോൾ പണം കയ്യിൽ വെക്കും. അപ്പോൾ കൂടുതൽ സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലവാക്കാനുള്ള എമൗണ്ട് കുറക്കും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും. അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറഞ്ഞാൽ വീണ്ടും അവരെന്ത് ചെയ്യും? ഡിമാൻഡ് കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കമ്മോഡിറ്റിക്ക് ഡിമാൻഡ് ഇല്ലാതാവും. അപ്പോൾ പ്രൈസ് കുറയും. പ്രൈസ് കുറഞ്ഞാൽ വീണ്ടും അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടും. ഓട്ടോമാറ്റിക്കലി അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ, അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ദിസ് ഈസ് അബൌട്ട് ദ സിറ്റുവേഷൻ ഓഫ് പ്രോഡക്റ്റ് മാർക്കറ്റ്. ദ സെയിം സിറ്റുവേഷൻ ക്യാൻ ബി ഓൾസോ അപ്ലൈ ഈ ലേബർ മാർക്കറ്റ് ഓൾസോ. ഇനി ഈ AC പിഗു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പിഗു ഇതുപോലെ തന്നെ ലേബർ മാർക്കറ്റിൽ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ എന്താണ് അയാൾ സജസ്റ്റ് ചെയ്തത്? വേജ് കട്ട്. പിഗു സജസ്റ്റഡ് വേജ് കട്ട് ഇൻ ഓർഡർ ടു റിമൂവ് വൈഡ് സ്പ്രെഡ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രിവൈലിംഗ് അറ്റ് ദാറ്റ് ടൈം. ഇപ്പോൾ ഒരു എക്കണോമിയിൽ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനാണ് ഉള്ളത് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ ഭയങ്കര അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വേജ് കട്ട് ഉണ്ടല്ലോ, വേജ് കട്ട് ക്യാൻ റിമൂവ് ദ വൈഡ് സ്പ്രെഡ് അൺഎംപ്ലോയ്മെൻറ്റ് അക്കോർഡിംഗ് ടു SCP. അപ്പോൾ വേജ് കട്ട് ചെയ്താൽ മതി. വേജ് കുറച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹി ബിലീവ്ഡ് ദാറ്റ് ദ കോസസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് വാസ് ദാറ്റ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ട്രേഡ് യൂണിയൻസ് ഓഫ് വർക്കേഴ്സ് were preventing the free working of capitalist economy and were artificially keeping the wage rates at high level. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ അൺഎംപ്ലോയ്മെൻറ്റും പ്രോബ്ലം ഉണ്ടാകാൻ കാരണം എന്താ വെച്ചാൽ ഈ ഗവൺമെൻറ്റും സർക്കാരും അതുപോലെ ട്രേഡ് യൂണിയൻസും എന്താണ് അവർ ഈ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയുടെ വർക്കിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. എക്കണോമിക് സിസ്റ്റത്തെ ഫ്രീ ആയിട്ട് വിടുന്നില്ല. ഗവൺമെൻറ്റും ട്രേഡ് യൂണിയനും ഈ എക്കണോമിക് സിസ്റ്റത്തെ ഫ്രീ ആയിട്ട് വിടുന്നില്ല. പല റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാണ്. ആൻഡ്
അങ്ങനെ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അവരെന്താണ് ആർട്ടിഫിഷ്യലി കീപ്പിംഗ് ദ വേജ് റേറ്റ് അറ്റ് ഹൈ ലെവൽ. അവർ ഈ വേജ് റേറ്റ് വളരെ ഹൈ ലെവലിൽ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളത്, ആ റെസ്ട്രിക്ഷൻസും ആ ഹൈ ലെവൽ വേജ് റേറ്റ് ഈ പ്രിവൈൽ ചെയ്ത് വെച്ച സംഭവമുണ്ട്, അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ദ വേജ് റേറ്റ്സ് വെയർ കട്ട് ഡൗൺ, നമ്മൾ കട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദ ഡിമാൻഡ് ഫോർ ലേബർ വുഡ് ഇൻക്രീസ് സോ ദാറ്റ് ഓൾ വുഡ് ഗെറ്റ് എംപ്ലോയിഡ്. അപ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണവും ട്രേഡ് യൂണിയനിലെ ഓവറായിട്ടുള്ള ഇടപെടലുകളും അത് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇക്കണോമി ഫുൾ എംപ്ലോയ്മെൻറ്റിലോട്ട് വരും എന്നാണ് ഇയാൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. താങ്ക് യു. ഒരു സെക്കൻഡ്.